ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് ഇപ്പോൾ നമ്മുടെ ചാനലിൽ കുറേ ചലഞ്ച് വീഡിയോസ് നമ്മൾ ചെയ്തു. കുറേ എന്ന് വെച്ചാൽ ഒരു 5-6 ചലഞ്ച് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഗൈസ് നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും ചാലഞ്ചിങ് ഉണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ താഴെ കമൻറ്റ് അത് ഞാൻ ചെയ്യാം ഗൈസ്. എന്തെങ്കിലും ഇങ്ങനെ ഗസ്ത അങ്ങനെ ഞാൻ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത ചലഞ്ച് ഗസ്ത കാർട്ടൂൺ ചലഞ്ച് ഗൈസ്. അതും അടിപൊളിയായിരുന്നു. അങ്ങനെ എന്തെങ്കിലും നല്ല നല്ല ചലഞ്ച് ഉണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്, അത് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഗൈസ് പിന്നെ നമ്മുടെ ചാനൽ വേറൊരു ചലഞ്ച് വരാനുണ്ട്. ഗസ്ത ക്യാരക്ടർ ചലഞ്ച് വരുന്നുണ്ട് ഗൈസ്. അതെന്ന് വെച്ചാൽ ഒരു സിനിമയുടെ ഏതെങ്കിലും ഒരു ഇപ്പം മോഹൻലാലിനെ കാണിച്ചു, ദൃശ്യത്തിൽ മോഹൻലാലിനെ കാണിച്ചിട്ട് ആ ക്യാരക്ടറെ പേര് പറയുക, അങ്ങനെയാണ് ഗൈസ് ഗസ്ത ക്യാരക്ടർ ചലഞ്ച്. ഞാൻ ചെയ്യുന്നുണ്ട് ഗൈസ്. നാളെ മറ്റന്നാൾ ചെയ്യും. അത് അടുത്ത ആഴ്ച ആയിരിക്കും എന്തായാലും വരും, അത് വേറെ പ്രശ്നം ഗൈസ്. ഓക്കെ, ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ പറയുന്നത് തന്നെ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഗൈസ്, നമ്മൾ എമ്പുരാൻ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. അന്നേരം എന്തായാലും ആ വ്ളോഗ് വരുന്നതാണ് ഗൈസ്. 27-ാം തീയതി തന്നെ സിനിമ ഇറങ്ങും. 28-നാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഏതാ 1:15 ഷോ ഗൈസ്. 1:15 ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്തായാലും എക്സൈറ്റ്മെൻ്റ് ആണ് ഗൈസ്. എന്താകുമെന്ന് അറിയില്ല. എമ്പുരാൻ ലൂസിഫറിനെക്കാട്ടിയും പവറാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കണ്ടോക്കിയാലേ പറയാൻ പറ്റുമോ ഗൈസ്. പിന്നെ പറയാനുള്ളത് നമ്മുടെ ചാലഞ്ചിൻ്റെ കാര്യമാണ് ഗൈസ്. ചാലഞ്ച് ഇപ്പം കുറേ ചാലഞ്ച് നമ്മുടെ ചാനൽ ചെയ്യണമെന്നുണ്ട്, പക്ഷേ കണ്ടൻറ്റ് കിട്ടുന്നില്ല ഗൈസ്. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത ചാലഞ്ച് ഞാൻ ചെയ്യും ഗൈസ്, ഉറപ്പാണ് ഗൈസ്. എന്തായാലും എക്സാം കഴിഞ്ഞു, ഇനി ഒരു എക്സാമേ ഉള്ളൂ. അതിനുശേഷം ഡെയിലി വ്ളോഗ് ചെയ്യാൻ പറ്റുമോ നോക്കണം. അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞു ഗൈസ്. ഇനി ഒരു എക്സാം നാളെ ഒരു എക്സാം ഉണ്ട്. നാളെ ബുധനാഴ്ച 26-ാം തീയതി നാളെ കഴിയും ഗൈസ് എക്സാമൊക്കെ. അന്നേരം പിന്നെ ഡെയിലി വ്ളോഗൊക്കെ തുടങ്ങണമെന്നുണ്ട് ഗൈസ്. പറ്റുമറിയില്ല. ഡെയിലി വ്ളോഗിന് പിന്നെ കണ്ടൻറ്റൊന്നും വേണ്ടല്ല, വെറുതെ ചെയ്യാനാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ചാനലിൽ അങ്ങനെ ചാലഞ്ച് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. വ്ളോഗ് റിവ്യൂ ആയിരുന്നു നമ്മൾ ആദ്യം ഉണ്ടായത്. പിന്നെ ഇപ്പോൾ നമ്മൾ ചാലഞ്ച് ആഡ് ചെയ്തു ഗൈസ്. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കുക ഗൈസ്. നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കുക, അവിടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് വ്ളോഗ് റിവ്യൂ ആൻഡ് ചാലഞ്ചസ് എന്ന് പറഞ്ഞിട്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ ചാനലിൽ കുറേ ചാലഞ്ചസ് ഒക്കെ ചെയ്യും ഞാൻ ഗൈസ്. ഗസ്ത ക്യാരക്ടർ ചാലഞ്ച് അടുത്ത് വരും ഗൈസ്. അത് ഇപ്പം അതെന്തായാലും പാർട്ട് 2 ഗൈസ്. ഞാൻ 2 ചെയ്ത് വെച്ച്, പക്ഷേ ആ ചാലഞ്ച് ഇടാൻ പറ്റും ഗൈസ്. മറ്റേ ക്യാരക്ടർ ചാലഞ്ച് ഇട്ടിട്ടേ മറ്റേ വരുമോ എന്താണെന്ന് വെച്ചാൽ അതിന് ഞാൻ പറയുന്നത് മാറിപ്പോയി ഗൈസ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചാലഞ്ച് വരുന്നതിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പക്ഷേ ആദ്യമേ ചെയ്ത് വെച്ചിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഫുൾ മാറ്റിയിട്ട് ആദ്യം ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്തായാലും അതൊക്കെ വന്നിട്ടായിരിക്കും നമ്മൾ ഇനി വരുന്നത്. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അതും ഞാൻ ചെയ്യാം. കുറച്ച് ചാലഞ്ച് എനിക്ക് വരാനുണ്ട് ഗൈസ്. എന്തായാലും പവറായിരിക്കും ഇനി ഗൈസ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കുറേ പേര് ഇൻസ്റ്റയിൽ എൻ്റെ പണ്ടത്തെ ചാനലിലെ മറ്റേ റിയൽ മാർക്കോ എന്ന ചാനലിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗെയിമിംഗ് ആയിരുന്നു. ആ ഗെയിമിംഗ് ഞാൻ എപ്പോൾ ചെയ്യല് ഗൈസ്. ഗെയിമിംഗ് ചെയ്ത് ഇപ്പം ഞാൻ നിർത്തി. അതിൻ്റെ ആ ചാനലിൽ തന്നെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തതാണ് ഗൈസ്. അന്നേരമാണ് ചാനൽ ബാനായതും അങ്ങനത്തെ സീനെല്ലാം ഉണ്ടായത് ഗൈസ്. ഇപ്പോൾ ഈ ചാനലിൽ നമ്മൾ ഇപ്പോൾ വ്ളോഗ് റിവ്യൂ ചാലഞ്ചസ് അതേ നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നുള്ളൂ ഗൈസ്. പക്ഷേ ഇൻസ്റ്റയിൽ മറ്റേ മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബറാന്ന് തോന്നുന്നു, ഏതൊരു പേര് ഓർമ്മയില്ല, അവർ പറഞ്ഞു ഗെയിമിങ് തന്നെ സ്റ്റാർട്ട് ചെയ്യും, ഗെയിമിങ് നല്ല അടിപൊളി നല്ല രസമാണ് അങ്ങനെ ഗൈസ്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഈ ഗെയിമിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് റീച്ച് ഉണ്ടാവുന്നില്ല. ഇപ്പം ഏതോ ഒരു ഗെയിമിന് മാത്രം റീച്ച് ഉണ്ടായി ഞാൻ കളിച്ചതിൽ. മറ്റേ ഇപ്പം മോട്ടോ റൈഡാ അങ്ങനെ ഒരു ഗെയിമുണ്ട് ഗൈസ്. അതിലാണ് പിന്നെ റീച്ച് കിട്ടിയത്. പക്ഷേ ഇപ്പോൾ വ്ളോഗിന് പിന്നെയും നല്ല റീച്ച് ഉണ്ട്. ഗെയിമിങ്ങിനൊക്കെയാണെങ്കിൽ നല്ല റീച്ച് എനിക്കിപ്പോൾ വ്ളോഗ് കിട്ടുന്നുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് ഇപ്പം നമ്മളെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 3 മാസമായി. 3 മാസത്തിനുള്ളിൽ നമ്മളെ വ്യൂ റേഞ്ച് ഇപ്പോൾ 4000 കടന്നിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഗെയിമിംഗ് ഒന്നും ചിന്തിക്കുന്നില്ല ഗൈസ്. വ്ളോഗ് റിവ്യൂ ചാലഞ്ച് ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്ലാൻ ഗൈസ്. ഇത് നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ടാണ്. അല്ലേ പിന്നെ ഗെയിമിങ് നോക്കാൻ ഞാൻ തന്നെ വിചാരിച്ചു ഗൈസ്. പിന്നെ വിചാരിച്ച് വേണ്ട, ഇതന്നെ ചെയ്യുന്നതല്ലേന്ന് തോന്നി ഗൈസ്. അതുകൊണ്ടാണ് ഗൈസ്. എന്നെ പിന്നെ ഞാനിപ്പോൾ ഒരു ചാലഞ്ച് വീഡിയോ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഈ വീഡിയോ ഇപ്പം ഇവിടെ ഞാൻ ഇപ്പോൾ എടുത്തു. ഇനി ചാലഞ്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് ചാനലിടാൻ വേണ്ടി. ചാലഞ്ച് വീഡിയോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്തായാലും ചാനൽ വരും ഗൈസ്. ചാലഞ്ച് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ചാനലിൻ്റെ പേര് ഗസ്ത ക്യാരക്ടർ ചാലഞ്ച് തന്നെയാണ് ഗൈസ്. ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യാൻ വിചാരിച്ചു. ഇന്ന് ചെയ്താലും എനിക്ക് എന്തായാലും മറ്റന്നാളാകുമ്പോഴത്തേക്ക് ചാനൽ വീഡിയോ ഇടാൻ പറ്റും ഗൈസ്. സാധാരണ ഞാനിപ്പോൾ ഇടുന്ന വീഡിയോ ഇല്ലട്ടാ, ചാടുന്ന ജനലിന് വരുന്നത് നല്ല വെളിച്ചുണ്ട് ഗൈസ്. അതുകൊണ്ട് പിന്നെ ആടുന്ന ഇപ്പോൾ ചെയ്യൽ ഗൈസ്. ഇപ്പം ഞാൻ ചാലഞ്ച് വീഡിയോ ചെയ്താൽ എനിക്ക് എന്തായാലും ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ചാനലിൽ വീഡിയോ ഇടാൻ പറ്റും ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ ചെയ്ത് വെക്കുന്നത് ഗൈസ്. ഈ വീഡിയോ എന്തായാലും ഞാൻ ഇന്ന് തന്നെ ചാനലിടും ഗൈസ്. പിന്നെ ഇത്രേ ഉള്ളൂ ഗൈസ് ഈ പറയാനായിട്ട് വീഡിയോ ചെയ്താണ് ഗൈസ്. വീഡിയോ പിന്നെ ഗൈസ് അവർക്ക് പറയാൻ കിട്ടുന്നത് ഗൈസ്. എന്നാൽ പറയേണ്ടതെന്ന് തരുന്നില്ല ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഗൈസ്. ബൈ.